വിതുര താലൂക്ക് ആശുപത്രിയിൽ നിന്ന് വിതരണം ചെയ്ത ഗുളികയിൽ മുട്ടുസൂചി കണ്ടെത്തിയെന്ന പരാതിയിൽ കേസെടുത്ത് പോലീസ്. നിജസ്ഥിതി കണ്ടെത്തണം എന്ന പൊതുപ്രവർത്തകന്റെ പരാതിയിലാണ് നടപടി. വ്യാജ പരാതിയെന്ന് ചൂണ്ടിക്കാണിച്ച് ആരോഗ്യവകുപ്പ് ഡയറക്ടറും പരാതി നൽകിയിരുന്നു. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് സി വസന്ത വിതുര താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയത്. ഡോക്ടറെ കണ്ട ശേഷം കുറിപ്പടിയുമായി ഫാർമസിയിലെത്തി മരുന്നും വാങ്ങി. ഇതിൽ സിമോക്സ് 500 ക്യാപ്സ്യൂളിൽ നിന്നുമാണ് സൂചി ലഭിച്ചത്. എന്നാൽ പരാതി വ്യാജമാണെന്നാണ് ആരോഗ്യവകുപ്പിന്റെ നിഗമനം. സംസ്ഥാനത്ത് കുറിപ്പടിയില്ലാതെ ആന്റിബയോട്ടിക് മരുന്നുകൾ ഫാർമസി വഴി നൽകുന്നത് അടുത്തിടെ കർശനമായി നിരോധിച്ചിരുന്നു. കച്ചവടം കുറഞ്ഞതോടെ സ്വകാര്യ മരുന്ന് കമ്പനികളുടെ ലോബി പൊതുസംവിധാനത്തെ തകർക്കാൻ ശ്രമിക്കുകയാണെന്നാണ് ആരോഗ്യവകുപ്പിന്റെ ആരോപണം. വകുപ്പ് നടത്തിയ തെളിവെടുപ്പിലും പരിശോധനയും പരാതിയിൽ കഴമ്പില്ലെന്നാണ് കണ്ടെത്തൽ. പരാതിക്കാരിയുടെ കൈവശമുണ്ടായിരുന്ന ബാക്കിയുള്ള ഗുളികകളിലോ മറ്റു സ്റ്റോക്കിലോ പ്രശ്നമൊന്നും കണ്ടെത്തിയിരുന്നില്ല. ആദ്യം കഴിച്ച ഗുളികകളിലും മുട്ടുസൂചി ഉണ്ടായിരുന്നുവെന്ന സംശയം പരാതിക്കാരി ഉന്നയിച്ചെങ്കിലും എക്സ്റേ പരിശോധനയിലും അപാകത കണ്ടെത്തിയില്ല. ഇതോടെയാണ് സംഭവത്തിന് പിന്നിൽ ഗൂഢാലോചന ഉണ്ടോ എന്ന സംശയം ഉയർന്നത്. വ്യാജ പരാതിയെന്ന് ചൂണ്ടിക്കാണിച്ച് ആരോഗ്യവകുപ്പ് ഡയറക്ടർ DGPക്ക് നൽകിയ പരാതിയിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. നിജസ്ഥിതി കണ്ടെത്തണമെന്ന പൊതുപ്രവർത്തകന്റെ പരാതിയിലും പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ജനം, തിരുവനന്തപുരം.